നിങ്ങളുടെ കുട്ടികൾ അവരുടെ ഹോംവർക്ക് ചെയ്യാൻ ChatGPT ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ ഒരു പഠനം നടത്തി. അവിടെ അവർ 2 പരീക്ഷണങ്ങളാണ് നടത്തിയത്. ഒന്നാമത്തെ പരീക്ഷണത്തിൽ ഒരു ക്ലാസ്സിലെ കുട്ടികൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. എന്നിട്ട് ആദ്യത്തെ കുട്ടികൾക്ക് ChatGPT കൊടുത്തു, രണ്ടാമത്തെ കുട്ടികൾക്ക് ChatGPT ഇല്ല. എന്നിട്ട് 2 പേർക്കും ഒരേ സെറ്റ് ഓഫ് പ്രോബ്ലംസ് കൊടുത്തു സോൾവ് ചെയ്യാൻ, അതായത് പരിശീലന പ്രശ്നങ്ങൾ കൊടുത്തു. ഇതിൽ ChatGPT ഉള്ള ആൾക്കാർ 48% അധികം പ്രോബ്ലംസ് സോൾവ് ചെയ്തു. പക്ഷെ പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് ChatGPT ഇല്ലാത്ത കുട്ടികൾ ChatGPT ഉള്ള കുട്ടികളെക്കാൾ 17% ശരാശരി മാർക്ക് അധികം നേടി. ഇനി രണ്ടാമത്തെ പരീക്ഷണത്തിൽ ഇതേ എക്സ്പെരിമെന്റിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതായത് ChatGPT ഉത്തരം കൊടുക്കുന്നതിന് പകരം സൂചനകൾ കൊടുക്കും, അതായത് ക്ലൂസ് കൊടുക്കും. അങ്ങനെ ചെയ്തപ്പോൾ ChatGPT ഉള്ള കുട്ടികൾ 127% അധികം പ്രാക്ടീസ് പ്രോബ്ലംസ് സോൾവ് ചെയ്തു. പക്ഷേ പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് 2 പേർക്കും ഏതാണ്ട് ഒരേ മാർക്കാണ് ലഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോംവർക്ക് ചെയ്യാൻ ChatGPT അമിതമായി യൂസ് ചെയ്താൽ നിങ്ങളുടെ കുട്ടിയുടെ ബൗദ്ധിക നിലവാരവും പഠന നിലവാരവും താഴേക്ക് പോകും. ഇതുമായി ബന്ധപ്പെട്ട് വേറെയും കുറേ പഠനങ്ങളുണ്ട്. ആ പഠനങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ പരിചയപ്പെടുത്താം.